മലപ്പുറം തിരുവാലയിൽ UDF-ൽ തർക്കം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് UDF അംഗങ്ങൾ വിട്ടുനിന്നു. ക്വാറം തികയാത്തതിനാൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന്. ഗോകുൽ, വിവരങ്ങൾ. അംഗങ്ങളാണ് തിരുവാലി പഞ്ചായത്തിലുള്ളത്. അതിൽ UDF-ൽ കോൺഗ്രസിന് 7ഉം മുസ്ലിം ലീഗിന് 4ഉം എന്നതായിരുന്നു കക്ഷിനില. കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം തങ്ങൾക്ക് നൽകണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായില്ല. അങ്ങനെയാണ് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കില്ല എന്ന് ഇന്നലെ തന്നെ വാർത്താസമ്മേളനം വിളിച്ച് ലീഗിന്റെ നേതൃത്വം വിശദമാക്കിയത്. തുടർന്ന് ഇന്ന് പുലർച്ചെയോളം പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുവെങ്കിലും പ്രസിഡന്റ് സ്ഥാനം വീതം വെക്കാൻ കോൺഗ്രസ് തയ്യാറാവാതെന്നതോടെ മുസ്ലിം ലീഗ് അംഗങ്ങൾ പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു. അങ്ങനെ വിട്ടുനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും LDF-ന് പഞ്ചായത്ത് ഭരണം ലഭിക്കുമെന്ന സാഹചര്യം വന്നതോടുകൂടിയാണ് കോൺഗ്രസ് അംഗങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് 19 അംഗ ഭരണസമിതിയിൽ 50%-ലധികം അംഗങ്ങൾ പങ്കെടുത്താൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം. 8 അംഗങ്ങൾ മാത്രമുള്ള LDF അംഗങ്ങൾ മാത്രമാണ് ഇന്ന് എത്തിയത്. അതിനാൽ തന്നെ കോറം തികയാതെ വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് അടുത്ത വർക്കിംഗ് ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. അതിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്നൊരു ധാരണ UDF-ൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പകുതി വർഷം, അതായത് 2.5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാതെ UDF മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാവുകയില്ല എന്നും കോൺഗ്രസുമായി സഹകരിക്കില്ല എന്നുമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ നേതൃത്വം പറയുന്നത്. അതിനിടയിൽ തന്നെ, അതായത് നാളെയും മറ്റന്നാളും അവധിയാണ്. 2 ദിവസം ഈ മുന്നണിക്കുണ്ട് ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ. അതിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ് ലീഗ് നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഒക്കെ പറയുന്നത്. തിരുവാലി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ജില്ലാ കമ്മിറ്റികളൊക്കെ ഇടപെട്ടതാണ്. ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കുകയും പ്രശ്നപരിഹാരം നടത്തണമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ഇന്നലെ രാത്രി പോലും അതുണ്ടാവാത്ത സാഹചര്യത്തിൽ ലീഗ് പൂർണ്ണമായും വിട്ടുനിന്നു. അങ്ങനെ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണം LDF-ലേക്ക് പോകുമെന്ന ഘട്ടം വന്നതോടുകൂടിയാണ് കോൺഗ്രസ് അംഗങ്ങളും മാറി നിൽക്കാൻ തയ്യാറായിട്ടുള്ളത്. ഉന്മേഷ്, ശരി. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.